വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹൗ ഡു ഐ റെക്കോർഡ് മൈ സോങ് കവേഴ്സ്. ഞാൻ എങ്ങനെയാണ് എൻ്റെ സോങ് കവേഴ്സൊക്കെ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് റെക്കോർഡ് ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്യണം പ്ലേ സ്റ്റോറിൽ നിന്നാണ്. പിന്നെ ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി പറയാനായിട്ടാണെന്നുണ്ടെങ്കിൽ ബാൻഡ് ലാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും തന്നെ, അതായത് മ്യൂസീഷ്യൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ബിഗിനേഴ്സ് ആയിക്കോട്ടെ, മിക്കവരും തന്നെ യൂസ് ചെയ്യുന്ന ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു ആപ്പാണ്. പിന്നെ ആപ്പിൻ്റെ പ്രത്യേകതകളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ആപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സീറോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ആപ്പാണ്. അതിനകത്ത് നമുക്ക് കുറേ എഫക്ട്സുകളുണ്ട്, കുറേ എന്താ പറയുക, നമുക്ക് വിചാരിക്കുന്നതിനപ്പുറം എഫക്ട്സുകളാണ് ബാൻഡ് ലാബിലുള്ളത്. നമുക്കത് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആപ്പാണ് കേട്ടോ. അതായത് നമുക്ക് മെമ്പർഷിപ്പ് ഇല്ലാതെ തന്നെ ഫ്രീ ആയിട്ട് പല തരത്തിലുള്ള എഫക്ട്സ് കിട്ടും. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആപ്പാണ് ബാൻഡ് ലാബ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ എങ്ങനെയാണ് ഇതിനകത്ത് റെക്കോർഡ് ചെയ്യുന്നതെന്നാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. അല്ലാതെ കൂടുതലായിട്ട് ഞാൻ ബാൻഡ് ലാബ് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല, കാരണം എനിക്ക് അറിയില്ല. അപ്പം ഞാൻ പറയുന്നത് ഞാൻ ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. അപ്പം നമുക്ക് നേരെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്പം ഞാൻ ഡൗൺലോഡ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു സ്ക്രീനിൽ നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും. അപ്പം നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പം നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ പ്ലേ സ്റ്റോറിലോട്ട് പോയിട്ടുണ്ട്. ഓൾറെഡി ഞാനിത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് നേരെ ഓപ്പൺ ചെയ്യാം. അപ്പം ഞാനത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പം എൻ്റെ അക്കൗണ്ട് ആയിട്ട് ആദ്യം കാണിക്കും. നമ്മൾ ഫസ്റ്റ് തന്നെ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു അക്കൗണ്ടാണ് ആദ്യം നമ്മൾ ക്രിയേറ്റ് ആക്കേണ്ടത്. അപ്പം ഞാൻ ഓൾറെഡി എൻ്റെ അക്കൗണ്ട് ഉള്ളതുകൊണ്ട് തന്നെ ക്രിയേറ്റ് ആക്കിയിട്ടുള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഇനി ആക്കേണ്ട ആവശ്യമില്ല. അപ്പം നമുക്കിതിങ്ങനെ എൻ്റെ അക്കൗണ്ട് ഇപ്പോൾ എടുക്കുമ്പോൾ ഇങ്ങനെയാണ് ഉള്ളത്. അപ്പം ഇതിനകത്ത് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞൊരു ഇൻസ്റ്റഗ്രാം പോലെ നമുക്ക് തോന്നും. കാരണം ഫോളോവേഴ്സ് നമുക്ക് വേണമെങ്കിൽ ഫോളോ ചെയ്യാം. ആൾക്കാരെ കുറേ ആർട്ടിസ്റ്റുകൾ ഇതിനകത്ത് ഉണ്ടാവും, നമുക്ക് ഫോളോ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഫോളോവേഴ്സ് ഉണ്ടാക്കാം. അതുപോലെ നമുക്ക് പോസ്റ്റ് ചെയ്യാം, പബ്ലിക് പ്ലാറ്റ്ഫോമിലായിട്ട് പോസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ താല്പര്യമുള്ളവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാറില്ല. ഞാൻ ജസ്റ്റ് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത് തന്നെ വെറുതെ സോങ്സ് റെക്കോർഡ് ചെയ്യാൻ മാത്രമാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ വേറെ കാര്യങ്ങളൊന്നും ഇതിനകത്ത് ചെയ്യാറില്ല. അപ്പോൾ അങ്ങനെ ചെയ്യാം നിങ്ങൾ. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് തന്നെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇവിടെ താഴത്ത് കണ്ടോ ഒരു റെഡ് കളർ പ്ലസ് സൈൻ ഉണ്ടല്ലോ, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി കുറേ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതൊക്കെ വിട്. അപ്പോൾ നമുക്ക് ട്രാക്ക് ടൈപ്പിൽ നോക്കുവാണെങ്കിൽ കണ്ടോ ഡ്രം മെഷീൻ, ഇമ്പോർട്ട് ഫയൽ, വോയിസ് ഓർ ഓഡിയോ, സാമ്പിളർ, അങ്ങനെ കുറേ സംഭവങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ അതിനെപ്പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറയാൻ പോകുന്നത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇമ്പോർട്ട് ഫയലും വോയിസ് ഓർ ഓഡിയോ ആണ് ഞാൻ ചെയ്യാറുള്ളത്. ആ രണ്ട് കാര്യങ്ങൾ മാത്രമേ എനിക്ക് അറിയുള്ളൂ. ബാക്കിയൊന്നും ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഒരു ട്യൂട്ടോറിയൽ കാണിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കരോക്കെ യൂസ് ചെയ്തിട്ട് എങ്ങനെ റെക്കോർഡ് ചെയ്യുന്നതെന്നാണ് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇമ്പോർട്ട് ഫയലിൽ പോയിട്ട് ഏത് കരോക്കെ നിങ്ങളിപ്പോൾ എങ്ങനെയാണ് യൂട്യൂബിൽ ഡൗൺലോഡ് ചെയ്തിട്ട് എടുക്കുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ വിറ്റ്മേറ്റ് വഴി ഡൗൺലോഡ് ചെയ്തിട്ട് അങ്ങനെ ഡ്രൈവിൽ സേവ് ആക്കിയിട്ട് അങ്ങനെയാണ് ഇമ്പോർട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഇമ്പോർട്ട് ഫയൽ കൊടുത്തിട്ട് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഏതെങ്കിലും ഒരു സോങ് ഞാൻ ജസ്റ്റ് ഒന്ന് എടുക്കുവാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടോ. അപ്പം ഞാൻ ഓൾറെഡി ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട് കരോക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് വോയിസ് ഓഡിയോ കൊടുക്കാം. വോയിസ് ഓഡിയോ കൊടുക്കാനായിട്ട് നമുക്ക് പ്ലസ് സൈനിൽ ക്ലിക്ക് ചെയ്തിട്ട് വോയിസ് ഓഡിയോ കൊടുത്താൽ മതി, നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. എന്നിട്ട് ഞാനിപ്പോൾ ഒരു കരോക്കെ, ഏത് കരോക്കെയാണ് എനിക്ക് തോന്നുന്നു, ഞാൻ തൊട്ടെന്ന് തന്നെ സോങ്ങിൻ്റെ കരോക്കെ ആട്ടോ ഞാനിപ്പോൾ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി പാടാൻ വേണ്ടിയിട്ട് ഇപ്പം നിങ്ങളിപ്പോൾ ലിറിക്സൊക്കെ നോക്കി പാടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇപ്പം എന്നെപ്പോലെ ഞാൻ അങ്ങനെയാണ് ലിറിക്സൊക്കെ നോക്കിയിട്ടാണ് പാടാറുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മേളിലോട്ട് നോക്കുമ്പോൾ ഒരു ഇല പോലത്തെ കണ്ടോ, ഒരു സിമ്പിൾ കണ്ടോ, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ലിറിക്സ് ഒക്കെ ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഈ പാട്ടിൻ്റെ ലിറിക്സ് ആട്ടോ ഇപ്പോൾ ആഡ് ചെയ്ത് കാണിച്ചു തന്നിരിക്കുന്നത് കണ്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇതിങ്ങനെ നമുക്ക് നോക്കി പാടാൻ വേണ്ടിയിട്ട് പറ്റും. എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ വേറൊരു ആപ്ലിക്കേഷനും കണ്ടിട്ടില്ല. എനിക്കറിയില്ല, വേറെ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും, പക്ഷേ എനിക്കിത് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി ഈ ഒരു ആപ്പ്. എന്നിട്ട് ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ സോങ് റെക്കോർഡ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് സോങ് ഒന്ന് റെക്കോർഡ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ റെക്കോർഡ് ചെയ്യട്ടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ജസ്റ്റ് വെറുതെ ഒന്ന് ഞാൻ വെറുതെ റെക്കോർഡ് ചെയ്തു എന്നുള്ളൂ കേട്ടോ. ഞാൻ മുഴുവനായിട്ടൊന്നും ചെയ്യുന്നില്ല, റഫായിട്ട് ജസ്റ്റ് ഒന്ന് റെക്കോർഡ് ചെയ്തു എന്നുള്ളൂ. അപ്പോൾ അത് നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. റെക്കോർഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വേണ്ടിയിട്ട് കണ്ടു നമ്മളിതുപോലെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ യൂഷ്വലി ചെയ്യാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കരോക്കെ വെച്ചിട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കരോക്കയുടെ വോയിസ് എപ്പോഴും എൻ്റെ വോയിസിനെക്കാട്ടും കുറച്ച് വയ്ക്കും. ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഈ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഗെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. അപ്പം ഇതിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് കണ്ടോ നമുക്ക് ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ എപ്പോഴും എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ചിങ്ങനെ വയ്ക്കും, കുറയ്ക്കും.
അതുപോലെ എൻ്റെ വോയിസ് ഞാൻ ഇപ്പോഴും എടുത്തിട്ട് കണ്ടു ഇതുപോലെ കൂട്ടും. അത്യാവശ്യം ഇതിപ്പോൾ ഞാൻ കേട്ട് നോക്കിയിട്ട് എങ്ങനെയാക്കുന്നൊക്കെ പറഞ്ഞിട്ട് അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. കേട്ട് നോക്കിയിട്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ നമുക്ക് വേറൊരു കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് തോന്നിയ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് കണ്ടു 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഡി നോയ്സ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഈ ഡി നോയ്സ് എന്നുള്ള സംഭവം ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും എവിടെയൊക്കെ വെച്ച് റെക്കോർഡ് ചെയ്താലും ചെറിയ ചെറിയ വോയിസ് നമ്മുടെ ആ ഒരു സൗണ്ടിനെ അല്ലെങ്കിൽ നമ്മുടെ പാട്ടിനെ അത്രയും അഫക്റ്റ് ചെയ്യും അല്ലേ. അത്രയും നമുക്കത് കേൾക്കുമ്പോൾ നമുക്കൊരു രസം തോന്നില്ല. നമ്മൾ ചെറിയൊരു കിളി കരയുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ കോഴി കൂവുന്നതായിക്കോട്ടെ, അങ്ങനത്തെ ചെറിയ ചെറിയ ശബ്ദങ്ങളൊക്കെ നമുക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ട് നമുക്ക് നമ്മുടെ ഓഡിയോയിൽ നമുക്ക് തോന്നും. അപ്പം അങ്ങനത്തെ ചെറിയ ചെറിയ ഡിസ്റ്റർബൻസസ് ഒക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡി നോയ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം എന്ന് പറയുന്നത്. ഓക്കെ, ഞാനിപ്പോൾ എങ്ങനെ റെക്കോർഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടച്ചിട്ട മുറിയിലൊക്കെ ആയിരിക്കും ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും പുറത്തുനിന്ന് ഇപ്പം തന്നെ കണ്ടോ ഒരു കോഴി കൂവുന്ന ശബ്ദം കേൾക്കാമല്ലോ. ഇതുപോലെയുള്ള ചെറിയ ചെറിയ ശബ്ദമൊക്കെ നമുക്ക് കട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ ഇതുവരെയും ഇങ്ങനത്തെ ഒരു എന്താ പറയുക, ഇങ്ങനത്തെ ഒരു സംഭവം വേറൊരു ആപ്പിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇതിനകത്ത് ഫസ്റ്റ് ടൈമാണ് ഞാൻ കാണുന്നത്. നീ കണ്ടാലും ചിലപ്പോൾ അത് നമുക്ക് മെമ്പർഷിപ്പ് എടുത്തിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പക്ഷെ ഇതിനകത്ത് ശരിക്കും ഫ്രീ ആണ്. അപ്പോൾ എനിക്ക് നന്നായിട്ട് നല്ലൊരു യൂസ്ഫുൾ ആയിട്ട് തോന്നി. അപ്പം ഞാനിത് സംഭവം കരോക്കയിലും ഞാൻ ഡീനോയ്സ് കൊടുക്കും, അതുപോലെ തന്നെ എൻ്റെ വോയിസിൽ ഞാൻ കൊടുക്കാറുണ്ട്. ശരിക്കും കരോക്കയിലും കൊടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഞാൻ ജസ്റ്റ് വെറുതെ പക്ഷെ കൊടുക്കുമ്പോൾ എനിക്ക് നന്നായിട്ട് തോന്നാറുണ്ട്, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് കൊടുക്കുന്നു എന്നുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ ചെയ്യാം. പിന്നെ വേറൊരു കാര്യം എനിക്ക് ഈ ഓഡിയോ നമ്മുടെ വോയിസിൽ ചെയ്യാൻ പറ്റിയ കാര്യം എന്ന് പറഞ്ഞാൽ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ട്രാൻസ്പോസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. കാരണം ഇതാണ് ട്രാൻസ്പോസ്. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ സൗണ്ട് ഞാൻ കേൾപ്പിച്ച് തരാം കേട്ടോ എങ്ങനെയാണ്. നമുക്ക് നമ്മുടെ സൗണ്ട് ചിലപ്പോൾ വേണമെങ്കിൽ കേൾപ്പിച്ച് തരാമേ. ഇതിപ്പോൾ ആയിട്ടില്ല, എൻ്റെ വോയിസ് വരട്ടെ. കണ്ടോ, വേറെ ഏതൊരു വോയിസ് പോലെയൊക്കെ തോന്നുന്നു. ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ എൻ്റെ വോയിസ് ഇച്ചിരി കുറച്ച് വെച്ചേക്കുന്നതാണ്. കുറച്ചൊന്ന് കൂട്ടട്ടെ. കണ്ടോ, ഇതിപ്പോൾ എൻ്റെ വോയിസേ അല്ല. ഇപ്പം നമ്മൾ കുറച്ച് കണ്ട ഇപ്പം ഞാനാണ് പാടുന്നത്. കണ്ടോ, ഇപ്പം ആണുങ്ങളുടെയൊക്കെ ശബ്ദം വരുന്നുണ്ട്. കണ്ടോ, ഇതിപ്പോൾ ബേബീസിൻ്റെയൊക്കെ ശബ്ദം. കണ്ടോ, ചിരി വരും കേട്ടോ സംഭവം. അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ വേണമെങ്കിൽ ചെയ്ത് നോക്കാം. ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യാറില്ല കേട്ടോ, ജസ്റ്റ് വെറുതെ കാണിച്ചു നിങ്ങൾക്ക് വെറുതെ ജസ്റ്റ് ഒന്ന് ഒരു ഫണ്ണി ആയിട്ട് വെറുതെ കാണിച്ചാണ്. അപ്പം അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ അത് യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് അധികം ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. പിന്നെ ഇതിനകത്ത് വേറൊരു സംഭവം എന്ന് പറയുന്നത് വോയിസ് ക്ലീനർ, വോയിസ് ട്യൂണിങ്, അതൊക്കെ നമുക്ക് മെമ്പർഷിപ്പ് കൊടുത്തിട്ട് ചെയ്യുന്ന സംഭവമാണ്. അത് നമുക്ക് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെയാണ് ഞാൻ എൻ്റെ ഓഡിയോസിൽ ചെയ്യാറുള്ളത്. പിന്നെ പറയാനായിട്ടെന്ന് പറഞ്ഞാൽ എഫക്ട്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് എണ്ണുന്നതിലും, അതായത് കുറേ എഫക്ട്സ് ഉണ്ട്. നമുക്ക് സത്യം പറഞ്ഞാൽ കൺഫ്യൂഷൻ ആവും എന്ത് യൂസ് ചെയ്യണമെന്ന്. പക്ഷേ ഒരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ എഫക്ട്സ് ഒന്നും യൂസ് ചെയ്യാറില്ല. അപ്പം ഞാൻ എന്താ യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് ഇപ്പം തന്നെ കാണിച്ചു തരാം. ഇപ്പം നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വോയിസ് ഓവർ ഓഡിയോ താഴത്തെ ഇവിടെ എഫക്ട്സ് എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട്. ഇതിനകത്ത് കണ്ടോ, ഇത്രയും അധികം എഫക്ട്സുകൾ ഇതിനകത്തുണ്ട്. കണ്ടോ, കുറേ അധികം ഉണ്ട്. പക്ഷേ ഞാൻ പറയാൻ ഇപ്പം നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ഈ എഫക്ട്സ് ഒന്നും നിങ്ങൾ യൂസ് ചെയ്യരുത്. കാരണം ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു വോയിസ്, അതായത് നമ്മുടെ ഒറിജിനൽ വോയിസ് ആയിരിക്കില്ല കേൾക്കുന്നത്. കേൾക്കുമ്പോൾ നമുക്കൊരുമാതിരി എന്താ പറയുക, ആർട്ടിഫിഷ്യൽ ആയിട്ട് തോന്നും. അപ്പം അത് കേൾക്കുന്നവർക്കും നമുക്ക് അത്ര എൻ്റെ സൗണ്ടിന് എനിക്ക് അത്ര രസമായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ ഒരു എഫക്റ്റ് ഉണ്ട്. ഞാൻ ആദ്യം ഈ ഒരു സോങ് കവേഴ്സ് ഒക്കെ റെക്കോർഡ് ചെയ്ത് തുടങ്ങിയ ആദ്യത്തെ സമയത്തൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു എഫക്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതെനിക്ക് ഒരു നാച്ചുറൽ ആയിട്ട് എനിക്ക് തോന്നി, ഒട്ടും ആർട്ടിഫിഷ്യൽ ആവാതെ നാച്ചുറൽ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു എഫക്റ്റാണിത്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. 1 മിനിറ്റ്. അപ്പം അത് മെയിലാണ് ഞാൻ എപ്പോഴും കാണാറുള്ളത്. ഇതിനകത്ത് ഇപ്പോൾ പോവുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, HI5 സ്കൂപ്പ്. എനിക്ക് എങ്ങനെ പ്രൊനൗൺസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞാൻ പറയുന്നത് ഹൈഫൈ സ്കൂപ്പ് എന്നാണ് ഞാൻ പറയാറുള്ളത്. എനിക്കത് എങ്ങനെ പ്രൊനൗൺസിയേഷൻ അറിയില്ല. അപ്പോൾ ഹൈഫൈ സ്കൂപ്പ് എന്ന് പറഞ്ഞത് ഈ ഒരു എഫക്റ്റ് അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനിത് യൂസ് ചെയ്യും. ഇപ്പം ഞാനിപ്പോൾ യൂസ് ചെയ്തപ്പോൾ എൻ്റെ വോയിസിൻ്റെ ഇപ്പം ഞാനൊന്ന് കേൾപ്പിച്ച് തരാമേ. അത് കണ്ടോ, ഈ ഒരു
എഫക്റ്റ് എനിക്ക് നന്നായിട്ട് ഇഷ്ടമുള്ളൊരു എഫക്റ്റാണ്. കാരണം കേൾക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഫീല് കിട്ടുന്ന ഒരു പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് നല്ല എഫക്റ്റാണ്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാമായിരുന്നു. എനിക്കത് മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. വേറെ ഒരു എഫക്റ്റും ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്കറിയില്ല. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഏതാണെന്ന് നിങ്ങൾക്ക് ഇപ്പം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങോട്ട് പോകുന്ന സമയത്ത്, ഇങ്ങോട്ടല്ല താഴത്തോട്ട് പോകുന്ന സമയത്ത് ക്രിയേറ്റ് പ്ലേസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടല്ലോ, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ടൈപ്പ് ഓഫ് എഫക്ട്സ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കണ്ടോ, ഇതിനകത്ത് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഡിലേ ഉണ്ട്, റിവേർബ് ആണ് എൻ്റെ മെയിൻ. റിവേർബാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ റിവേർബ്, ഡിലേ, ഡിസ്റ്റോർഷൻ, എൻഹാൻസ്, ഡൈനാമിക്സ് ആണ് കുറേ സംഭവങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന റിവേർബാണ്. റിവേർബിൽ ഇതിനകത്ത് സ്റ്റുഡിയോ റിവേർബാണ് ഞാൻ എൻ്റെ എല്ലാ വോയിസിലും ഞാൻ കൊടുക്കാറുള്ള ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് സ്റ്റുഡിയോ റിവേർബ്. എനിക്കിത് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു എഫക്റ്റാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സൗണ്ട് കേൾക്കുമ്പോൾ, അപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ അടച്ചിട്ട മുറി ഇരുന്നാണ് പാടുന്നത്. അപ്പം തന്നെ നമുക്കൊരു എക്കോ പോലെ ഓൾറെഡി നമ്മൾ വോയിസിലുണ്ടാകും. പക്ഷേ ഈ ഒരു എഫക്റ്റും കൂടി അതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു സ്റ്റുഡിയോയിൽ നിന്ന് പാടിയ പോലത്തെ അങ്ങനെ ഒരു ഫീൽ നമുക്ക് കിട്ടും. സ്റ്റുഡിയോയിൽ പാടുന്ന സെയിം ഒരു ഫീൽ തന്നെ കിട്ടാറുണ്ട്. ഇത് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം മിക്സ്, ടോണ്, സൈസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ എൻ്റെ ഒരു ആവശ്യം അനുസരിച്ച് ഞാൻ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനാണ്. അപ്പം നിങ്ങളിപ്പോൾ സോങ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇതിപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ നിങ്ങളുടെ സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല എങ്ങനെ മിക്സ് ഇപ്പോൾ എത്ര കൊടുക്കണം, ടോൺ എത്ര കൊടുക്കണം, സൈസ് എത്ര കൊടുക്കണം എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ ഒരു ധാരണ ഉണ്ടാവില്ല. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്താൽ മതി. ഇപ്പം ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. ഞാനിപ്പോൾ ഓരോ പാട്ടിനും ഓരോ രീതിക്കായിരിക്കും ഞാൻ ചെയ്യാറുള്ളത്. അതുകൊണ്ട് ഞാൻ എങ്ങനെ എവിടം വരെ കൊടുക്കുന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇതിങ്ങനെ ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ കൊടുക്കാറ്. ഞാൻ കേട്ടോണ്ടാട്ടോ കൊടുക്കുന്നത്. അപ്പം ഞാനിപ്പോൾ എൻ്റെ പാട്ട് ഇപ്പോൾ വെക്കുകയാണ്. എൻ്റെ പാട്ട് ജസ്റ്റ് ഓൺ ആക്കി വെച്ചിട്ട് ഞാൻ ക്രിയേറ്റ് പ്രീസെറ്റ് കൊടുക്കും. ഇപ്പം ഞാനൊന്നും കൊടുത്തിട്ടില്ല, അതാണ് ഇപ്പം ഇങ്ങനെ ഒരു സൗണ്ട്. കണ്ടോ, മിക്സ് ഇപ്പം ഇച്ചിരി കൂട്ടുവാണ്. കണ്ടോ, ഇത് എത്ര കൂട്ടുമ്പോൾ അത് എത്രയും ഉണ്ടാവും. സൈസൊക്കെ കൂട്ടിയാൽ ഭയങ്കരമായിട്ട് കൂടും. ഇത്രയൊന്നും കൂട്ടരുത് കേട്ടോ. നിൽക്കണം, ഞാൻ മിക്സ് എപ്പോഴും കുറച്ചൊരു 81% വെക്കാറുണ്ട് കേട്ടോ മിക്സ്. കണ്ടോ, അപ്പം അങ്ങനെയാണ് ഞാൻ എൻ്റെ എഫക്ട്സ് ഒക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാറുള്ളത്. പിന്നെ ഇതിനകത്ത് വേറൊരു എഫക്റ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, 1 മിനിറ്റ്, ഇതിപ്പോൾ ഞാൻ കസ്റ്റം ചെയ്ത് വെച്ചിരിക്കുന്ന എഫക്റ്റ് ആണ്. ഇത് നമ്മൾ കസ്റ്റമായിട്ട് ഇതിനകത്ത് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് ഇവിടെ ഇങ്ങനെ സേവ് ആക്കി തന്നെ വെച്ചിട്ടുണ്ടാവും. സേവ് ആയിട്ട് ഇതേ കസ്റ്റം എന്ന് പറഞ്ഞിട്ട് കിടപ്പുണ്ടാവും. അത് നമുക്ക് ഓൾറെഡി സേവ്ഡ് ആക്കി അങ്ങനെയൊക്കെ വയ്ക്കാം. ഞാനിപ്പോൾ അങ്ങനെ വയ്ക്കാറില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ എൻ്റെ വോയിസ് അനുസരിച്ച് ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഒരു എഫക്റ്റ് തന്നെ കൊടുക്കാറില്ല. ഇപ്പോൾ മിക്സ് ആയിക്കോട്ടെ, ടോൺ ആയിക്കോട്ടെ, അതൊക്കെ ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെയാണ് ഞാനിത് സെറ്റ് ചെയ്യാറുള്ളത്. പിന്നെ ഇതിനകത്ത് ഫിൽറ്റർ എക്കോ, ആ ഒരു എഫക്റ്റ് എനിക്കിഷ്ടമാണ്. ഫിൽറ്റർ എക്കോ ഡിലേയിൽ വരുന്നൊരു എഫക്റ്റാണ് ഫിൽറ്റർ എക്കോ എന്ന് പറയുന്നത്. അത് ഞാൻ അധികം ഞാൻ യൂസ് ചെയ്തിട്ടില്ല, ഏതോ ഒരു സോങ്ങിന് യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഓർമ്മയില്ല ഏത് സോങ്ങാണ്. അത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു എഫക്റ്റാണ് ഫിൽറ്റർ എക്കോ എന്ന് പറയുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇത് പോവും, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ ഇതിനകത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ടോണിലൊന്നും ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല. അപ്പം ഞാൻ യൂഷ്വലി യൂസ് ചെയ്യുന്ന റിവേർബാണ്. അപ്പോൾ അതാണ് എനിക്ക് ഈ ഒരു വീഡിയോയിലൂടെ എനിക്ക് ആ റിവേർബിനെ പറ്റി മാത്രമേ പറയാനുള്ളൂ. സത്യം പറഞ്ഞാൽ ഞാൻ റിവേർബാണ്, സ്റ്റുഡിയോ റിവേർബാണ് എൻ്റെ എല്ലാ സോങ്സിലും യൂസ് ചെയ്യാറുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഒരു സോങ് റെക്കോർഡ് ചെയ്യുമ്പോൾ ചെയ്യാറുള്ളത്. വലിയ വലിയ കാര്യങ്ങളൊന്നും അല്ല, ചെറിയ ചെറിയ കാര്യങ്ങളാണ്. പക്ഷെ എന്നാലും ഞാൻ ജസ്റ്റ് നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിച്ച് ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഞാൻ ഓരോ സോങ്സും റെക്കോർഡ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ കരോക്കെ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ഞാൻ ഗിറ്റാർ വായിക്കുമ്പോൾ വേറെ രീതിയിലായിരിക്കും. കരോക്കെ വെച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഞാൻ യൂഷ്വലി ചെയ്യാറുള്ളത്. എന്നിട്ട് ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ചെയ്ത് എഫക്ട്സ് ഒക്കെ കൊടുത്തു വെച്ചിരിക്കുന്ന സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, 1 മിനിറ്റ്, ഇതിപ്പോൾ ഇത്രയും ഉണ്ട്. ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് സേവ് ആക്കി വെച്ചിരിക്കുന്നതാണ്. ഇങ്ങനെ ഇനി നമുക്ക് വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് ഇനിയും വോയിസ് ഒക്കെ ആഡ് ചെയ്യണം. ഇപ്പം നിങ്ങളിപ്പോൾ വല്ല മാഷപ്പ് അങ്ങനത്തെയൊക്കെ സംഭവം ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ ഓഡിയോസ് ഇവിടെ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. വോയിസ് ഓർ ഓഡിയോ ആഡ് ആക്കി കൊടുക്കാം, കുറേ ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ ഇത് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഭാഗത്ത് നിന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് റിമൂവ് കൊടുക്കാം. കണ്ടോ, വോയിസ് ഓർ ഓഡിയോ നമുക്ക് റിമൂവ് ആക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ട് ഞാൻ സേവ് കൊടുക്കും. സേവ് നമുക്ക് മേളിൽ ആ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, സേവ് കൊടുത്താൽ മതി. സേവ് കൊടുക്കുന്ന സമയത്ത് നമുക്കിപ്പം നെയിം കൊടുക്കണമെങ്കിൽ കൊടുക്കും. ഇപ്പം ഞാൻ ഈ പാട്ട് തൊട്ടല്ലേ, അപ്പോൾ അത് ജസ്റ്റ് ഞാൻ തൊട്ടെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് നെയിം കൊടുക്കുക. ഡിസ്ക്രിപ്ഷൻ ഒന്നും കൊടുക്കേണ്ടത്. ഇപ്പോൾ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ
അപ്ലോഡ് ചെയ്ത് ഇപ്പോൾ പബ്ലിക് പ്ലാറ്റ്ഫോമായിട്ട് അപ്ലോഡ് ചെയ്യുന്നവരാണെങ്കിൽ ഡിസ്ക്രിപ്ഷനൊക്കെ കൊടുത്ത് അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാറില്ലാത്തതുകൊണ്ട് അങ്ങനെ ചെയ്യണ്ട. നമുക്കിത് സേവ് ചെയ്ത് കൊടുക്കാം. ഇപ്പം തന്നെ സേവ് ആയിക്കോളൂ കേട്ടോ. അപ്പം തന്നെ സേവ് ആവും സംഭവം. എന്നിട്ട് നമുക്കിവിടെ കണ്ടോ താഴെ പബ്ലിഷ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പബ്ലിഷ് ചെയ്യാവുന്നതാണ്. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇത് സേവ് ആയിട്ടുണ്ട് സംഭവം. നമുക്ക് ജസ്റ്റ് കേട്ട് നോക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ സംഭവം. ഞാൻ ഇങ്ങനെയാണ് യൂഷ്വലി എൻ്റെ ഓരോ സോങ്സും ചെയ്യാറുള്ളത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ബാൻഡ് ലാബിനെ പറ്റി. പിന്നെ കൂടുതൽ നിങ്ങൾക്ക് ഇനി ബാൻഡ് ലാബിനെ പറ്റി അറിയുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും ഞാൻ വീഡിയോസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒരു ചെറിയതായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് തന്നെ വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എപ്പോഴും പറയുന്ന പോലെ തന്നെ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ മ്യൂസീഷ്യൻസിനും ബിഗിനേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കുക. അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ പുതിയൊരു സോങ് കവറായിട്ട് വീണ്ടും വരാം. ടിൽ ദെൻ